വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പകൽ സമയങ്ങളിൽ കൂടുതലായി ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പകൽ സമയങ്ങളിലാണ് സ്ത്രീകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കിച്ചണിൽ കയറി പണി ചെയ്യുന്നതും നമ്മുടെ കൈയും കാലും ഒക്കെ ഏറ്റവും കൂടുതൽ അനങ്ങുന്നതുമായിട്ടുള്ള ഒരു സമയം. ഈ സമയങ്ങളിൽ പ്രഗ്നൻസി ഹോർമോൺ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അടുക്കളയിൽ ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ട് ചെയ്യുന്നുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൈത്തണ്ടയിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പോർഷനിൽ വേദന വന്നു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു പ്രഗ്നൻസി ലക്ഷണമായിരുന്നു ഇത്. അന്ന് ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ഞാൻ ഒരുപാട് പേടിച്ചു. കാരണം എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ബാക്കിയുള്ള ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നെയിം വെച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ചിലർ പറയും ഞരമ്പ് കീറേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഒരുപാട് പേടിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നെറ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ പേര് കിട്ടി. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കി. ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ബുദ്ധിമുട്ട് മാറിപ്പോവുകയും ചെയ്തു കേട്ടോ. പക്ഷേ അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് മാറിപ്പോകാത്ത ഒരുപാട് പേരുണ്ട്. അതായത് പ്രഗ്നൻസി കൊണ്ട് മാത്രമല്ല, ഇത് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാകുന്നവർക്ക് പ്രഗ്നൻസി കഴിഞ്ഞാലും ഇത് മാറിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കൈപ്പത്തിയിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് വേദന. ഏകദേശം ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം നമുക്ക് എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പറ്റിയിട്ട്. നമ്മുടെ ആ കൈത്തണ്ടയുടെ അവിടെ നിന്ന് കുറച്ചൊന്ന് മുകളിലോട്ടായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് എന്താ പറയുക, ആ ഒരു സെൻസേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് നമുക്കൊരു കട്ടുകഴപ്പ് പോലെ എന്ന് പറയും പഴമക്കാർ. നമുക്ക് വല്ലാത്തൊരു വേദന ആ ഒരു ഭാഗത്ത് അനുഭവപ്പെടും. നമുക്ക് കൈയൊക്കെ നനക്കുമ്പോൾ ഒരു വേദന, ഈ കട്ടുറുമ്പൊക്കെ കുത്തുമ്പോൾ ഒരു വല്ലാത്തൊരു സെൻസേഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ആ ഒരു കൈയുടെ ആ ഒരു കൈത്തണ്ടയുടെ ആ മുകളിലായിട്ടുള്ള ഭാഗത്ത് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കൈത്തണ്ടയിൽ ഒരു ടണലാണ് കാർപ്പൽ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് കൂടിയാണ് നമ്മുടെ വിരലുകളും മസിൽസും എല്ലാം കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് വരുന്ന ഒരു വീക്കം അല്ലെങ്കിൽ ഒരു വേദന അല്ലെങ്കിൽ ഒരു മരവിപ്പാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം അടുത്തിടെയായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി നോർമലായിട്ടുണ്ടാകുന്ന അവസ്ഥയെ അപേക്ഷിച്ച് കുറേയും കൂടി വീക്കായിരിക്കും. അതായത് പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് രോഗാവസ്ഥകളും ഒക്കെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, നമുക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു ഗ്രോത്ത് വരുന്തോറും നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും ആ ഒരു പ്രഗ്നൻസിയെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബേബിയെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഒന്ന് തയ്യാറാകും തോറും നമ്മുടെ ഓരോ ഭാഗത്തും വേദന വന്നു തുടങ്ങും. നമ്മുടെ ഇടുപ്പിൽ, നമ്മുടെ കാലിന്റെ ഭാഗത്ത്, നമ്മുടെ കൈയുടെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് വേദനകൾ വന്നുകൊണ്ടിരിക്കും. അതുപോലൊരു വേദന അല്ലെങ്കിൽ വീക്കമാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അമിതമായിട്ടുള്ള ശരീരഭാരമുള്ളവർക്കും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാകാം. അത് മാത്രമല്ല, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് യൂഷ്വലി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. നോർമലി ഉണ്ടായ ബ്ലഡ് സർക്കുലേഷനെ അപേക്ഷിച്ച് നമ്മുടെ ശരീരം കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ട സമയമാണ് പ്രഗ്നൻസിയുടെ സമയം എന്ന് പറയുന്നത്. ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി അങ്ങോട്ട് ചാടി നിൽക്കേണ്ട സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ അമിതമായിട്ട് ഇൻക്രീസ് ആവുന്നു. അമിതമെന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ ഇൻക്രീസ് ആവുകയല്ല, നോർമലി ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ആ കൈയുടെ ഒരു ഭാഗത്ത് സമ്മർദ്ദവും അതുപോലെ തന്നെ വീക്കവും ഒക്കെ അനുഭവപ്പെടുന്നു. ഒരു മരവിപ്പ് പോലുള്ള ഒരു വേദനയും നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മൾ അത് ആ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ഓവറി റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഈ റിലാക്സിൻ ഹോർമോൺ ബോഡി പ്രൊഡ്യൂസ് ആക്കുന്നത് നമ്മുടെ മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പെൽവിക്സിന്, നമ്മുടെ സെർവിക്സിന്റെ ഭാഗമൊക്കെ ഒന്ന് സ്ട്രെച്ച് ആക്കാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് ഈ ഒരു റിലാക്സിൻ ഹോർമോൺ നമ്മളുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മുടെ മറ്റു ചില ശരീര ഭാഗങ്ങളിൽ ഒരു വേദനയും വീക്കവും ഒക്കെ അനുഭവപ്പെടും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബാക്ക് പെയിൻ. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഈ ബാക്ക് പെയിൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും നമ്മുടെ ശരീരം ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഈസി ആയിട്ടൊന്ന് എക്സ്പാൻഡ് ആവാൻ വേണ്ടിയിട്ട് റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ഒരു വേദന അവിടെ അനുഭവപ്പെടും. അങ്ങനെ ഉണ്ടാവുന്ന ഒന്നാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ബാക്ക് പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഈ ഒരു റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു വേദന അനുഭവപ്പെടുന്നു. നമ്മുടെ ആ ഒരു
രക്തക്കുഴലുകളൊക്കെ കൂടുതലായിട്ട് വികസിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു റിലാക്സിൻ ഹോർമോണിന്റെ പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുമൂലവും നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുന്നത് കൊണ്ടും ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ളൊരു രോഗാവസ്ഥ പല പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും ഉണ്ടാവുന്നു. എനിക്കും ഈ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് വല്ലാത്തൊരു നീര് പോലെയൊക്കെ നമുക്ക് ആ ഒരു കൈപ്പത്തിയുടെ മേലുള്ള ഭാഗത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും, കൈമരവിപ്പൊക്കെ നമുക്ക് കൂടുതലായിട്ട് വന്നപ്പോഴേക്കും അത് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിട്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അതും അല്ലാതെ ബാക്കിയുള്ള അവസ്ഥകളിൽ പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീകൾക്ക് കൈ വെച്ചിട്ട് കൂടുതൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക്, അതായത് കൈ വെച്ചിട്ട് എന്തെങ്കിലും പാക്ക് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയുള്ള കൈ കൂടുതൽ വ്യായാമം കൊടുക്കുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോഴേക്കും അങ്ങനെയുള്ള സ്ത്രീകൾക്കും ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാവാറുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോം നമുക്കത് ആ ഒരു പ്രഗ്നൻസിയുടെ കഴിയുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആവാറുണ്ട്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ആ ഒരു വേദന കുറച്ചൊന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട്, അതായത് വന്നിട്ട് നമുക്ക് മാറാതെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക. കൂടുതലായിട്ടൊന്ന് എക്സാമിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ആ സിംറ്റം കുറച്ചൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും. ഏകദേശം നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതലുള്ള ഭാഗത്ത് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. ഒരു തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും അത് കുറച്ചും കൂടി ഒന്നും കൂടെ കൂടുതലായിട്ട് കണ്ടുവരും. കാരണം നമ്മുടെ ശരീരം ഒന്നും കൂടി ആ ഡെലിവറി ഒക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്ന സമയമാണ്, കുഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഗ്രോ ആയിട്ട് വരുന്ന സമയമാണ്. ഈ ഒരു ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ നമുക്ക് ഈ ഒരു സെൻസേഷൻ കൂടുതലായിട്ടും ഫീൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പ്രഗ്നന്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും കാർപ്പൽ ടണൽ സിൻഡ്രോം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാർപ്പൽ ടണൽ സിൻഡ്രോം എവിടെയാണ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഞാനിവിടെ കൊടുത്തേക്കാം, ഒരു ആരോ ഇട്ട് ഞാൻ മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് വേദനയും വീക്കവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ഒന്ന് നല്ലതുപോലെ കെയർ ചെയ്യാം കേട്ടോ. ഇനി പ്രഗ്നൻസി ആണെങ്കിൽ അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.